20 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഓരോ മനുഷ്യനും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 സ്കില്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്പർ 1, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതെ, നമ്മൾ മനസ്സിലാഗ്രഹിച്ച ഒരു കാര്യം മറ്റൊരാളുമായിട്ട് സംസാരിച്ച് അയാളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനെ നമുക്ക് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയും. അതോടൊപ്പം തന്നെ മറ്റൊരാൾ പറയുന്ന ഒരു കാര്യം വളരെ കൃത്യമായി വളരെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പെടും. സ്കിൽ നമ്പർ 2, ടൈം മാനേജ്മെന്റ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ സ്കില്ലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ പ്രിയോറിറ്റൈസ് ആൻഡ് സെക്കൻഡ് വൺ പ്ലാനിങ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് മനസ്സിലാക്കുകയും എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയുള്ള സമയം പ്ലാൻ ചെയ്യുകയുമാണ് ഈ ടൈം മാനേജ്മെന്റ് സ്കില്ലിൽ ഉൾപ്പെടുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏത് കാര്യമാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അതിനെ ആദ്യത്തിൽ ചെയ്യുകയും എന്നാൽ അത് ചെയ്യുന്നതോടൊപ്പം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ദിവസം തന്നെ ചെയ്ത് തീർക്കാനുള്ള കഴിവ്, അതിനുള്ള പ്ലാനിംഗ് ആണ് ഈ ടൈം മാനേജ്മെന്റ് സ്കില്ലിൽ ഉൾപ്പെടുന്നത്. സ്കിൽ നമ്പർ 3 വളരെ പ്രധാനപ്പെട്ടതും നമുക്കേറെ ആവശ്യമുള്ളൊരു സ്കില്ലാണ്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ലിറ്ററസി. അതെ, സാമ്പത്തിക ഭദ്രത. നാം സമ്പാദിക്കുന്ന പണം ഏത് രീതിയിലൊക്കെ ചെലവഴിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഉദാഹരണമായി 10,000 രൂപയാണ് നമ്മളൊരു മാസം സമ്പാദിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഏതൊക്കെ രീതിയിൽ നമ്മുടെ പണം ചെലവഴിക്കാം, ചെലവ് കഴിഞ്ഞ് എങ്ങനെ ബാക്കിയുള്ള ക്യാഷ് നമുക്ക് സേവ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള അവബോധവും അതിനുള്ള സ്കില്ലുമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന ഈ ഒരു സ്കില്ലിൽ ഉൾപ്പെടുന്നത്. സ്കിൽ നമ്പർ 4, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതെ, നമ്മൾ മുന്നിലേക്ക് ഒരു വിഷയം കടന്നു വരുമ്പോൾ അതിന്റെ നാനാഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടെത്താനുമുള്ള കഴിവ് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ നാം ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഏത് സ്ഥലത്തുമാവട്ടെ നമ്മിലേക്ക് പല പ്രശ്നങ്ങളും അപ്രതീക്ഷിതമായി കടന്നു വരും. ആ സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ ആ പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതിന്റെ നാനാവശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതിനൊരു മനോഹരമായ സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടെത്താനുമുള്ള സ്കില്ലിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത്. സ്കിൽ നമ്പർ 5, ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മളിൽ പലർക്കും ഇല്ലാത്തതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സ്കിൽ. 2 കാര്യങ്ങളാണ് ഇമോഷണൽ ഇന്റലിജൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ സെൽഫ് അവയർനെസ് ആൻഡ് സെക്കൻഡ് വൺ എംപതി. നമുക്ക് നമ്മുടെ വികാരങ്ങളെക്കുറിച്ചും നമ്മുടെ വിചാരങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ അറിവ്, അതിനെ ഏത് രീതിയിൽ നിയന്ത്രിക്കാമെന്നും ഏതൊക്കെ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുമുള്ള നമ്മുടെ നിയന്ത്രണത്തെയാണ് സെൽഫ് അവയർനെസ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് വൺ എംപതി. നാം ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്കില്ലിനെ നമുക്ക് എംപതി എന്ന് വിളിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ 5 സ്കില്ലുകൾ ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഫലപ്രദമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാം. See you soon. Have a nice day.